അപ്പോൾ ഇന്ന് നമ്മൾ ലെൻസസ് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട 3 പോർഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം ആണെന്ന് അറിയാം, എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയായാലും ലെൻസസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോർഷനിലോട്ട് പോകും, കൂടുതൽ ടൈം ലാഗ് ആക്കുന്നില്ല. ആദ്യം നമുക്ക് റേ ഡയഗ്രാം ആണ്. ഈ 3 കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് റേ ഡയഗ്രാം ആണ് പഠിക്കേണ്ടത്. ഈ റേ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റേ ഡയഗ്രാം പഠിക്കണം. അപ്പം ഈ റേ ഡയഗ്രാം എന്ന് പറയുന്നത് ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസസ് എന്നുള്ള പോർഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ റേ ഡയഗ്രത്തിലോട്ട് പോവാം. ഈ റേ ഡയഗ്രത്തിൽ നമുക്ക് പല പൊസിഷൻസ് ആണ് ഉള്ളത്. പല പൊസിഷൻസിലുള്ള ഇമേജ് ഫോർമേഷൻ ഉള്ളത്. അപ്പം നമ്മൾ അതിൽ മെയിനായിട്ട് നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെതാണ് പഠിക്കാനുള്ളത്. കോൺവെക്സ് ലെൻസിൻ്റെ അപ്പം റേ ഡയഗ്രാം ഓഫ് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പെട്ടെന്ന് ഫസ്റ്റ് പോർഷനിലേക്ക് ഒന്നാമത്തേതിലോട്ട് പോകാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഞാൻ ഒബ്ജക്റ്റിന് OBJ ആണ് എഴുതുന്നത്. അത് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഞാൻ ഫിഗേഴ്സ് കാര്യങ്ങൾ ഞാൻ തന്നെ വരയ്ക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കാം. ഓക്കെ, ലെൻസ് വരച്ചു. ഓക്കെ, പെട്ടെന്ന് ഞാൻ ഇതിലുള്ള ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ, ഫോക്കൽ ലെങ്ത്. ഇത് 2F ആണ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്ത് 2F, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇതിന്റെ ഫോർമേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറയാം. അറ്റ് ഇൻഫിനിറ്റിയിൽ ഈ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേസ് എങ്ങനെയാണ് വരിക നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? ലൈറ്റ് റേസ് എങ്ങനെയാണ് വരിക? ഒബ്ജക്റ്റ് ഇതിലാണെന്നുണ്ടെങ്കിൽ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. ഓക്കെ, അത് ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. അറിയില്ല നിങ്ങൾക്ക്? ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അറ്റ് ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇമേജ് എവിടെ ഫോം ചെയ്ത്? ഇമേജ് അറ്റ് ഫോക്കസിലാണ്. ഓക്കെ, ഇമേജ് ഫോം ചെയ്ത് ഫോക്കസിലാണ്. ഓക്കെ, ഇത് നമ്മൾ F1, ഇത് നമ്മൾ F2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഒരു ബ്രാക്കറ്റിൽ നമുക്ക് F2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നാച്ചുറൽ എന്താണ്? ഇത് നാച്ചുറൽ എന്താണ്? റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്തത്. റൈറ്റ് സൈഡിൽ അതുകൊണ്ട് തന്നെ റിയൽ ഇമേജ് ആണ്. അതേപോലെ തന്നെ ഇത് എന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആണ്. അതേപോലെ തന്നെ അടുത്തത് എന്താണ്? ഇത് ഡിമിനിഷ്ഡ് ആണ്. വളരെ ചെറിയ പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജാണ് ഫോം ചെയ്തത്. പോയിന്റ് സൈസ്ഡ്. ഓക്കെ, പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അടുത്തതാണ് ഇത് ഒബ്ജക്റ്റ് എവിടെയുള്ളത്? ഒബ്ജക്റ്റ് ബിയോണ്ട് 2Fലുള്ളത്. ഓക്കെ, അല്ല, ബിയോണ്ട് 2Fലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, ഒബ്ജക്റ്റ് ബിയോണ്ട് 2Fലുള്ളത്. ഓക്കെ, ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ബിയോണ്ട് 2Fലാവുന്ന കേസിൽ എവിടെ ഫോം ചെയ്യുക? ബിയോണ്ട് 2Fലാവുന്ന കേസിൽ എവിടെ ഫോം ചെയ്യുക? ബിയോണ്ട് 2Fലാവുന്ന കേസിൽ. ഓക്കെ, ബിയോണ്ട് 2F1ലാവുന്ന കേസിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യാം ബിറ്റ്വീൻ എവിടെയാണത്? ബിറ്റ്വീൻ F1 ആൻഡ് F2ലാണ് ഫോം ചെയ്യുക. ഓക്കെ, ഞാനതൊന്ന് റീഡ്രോ ചെയ്യാണ്. ഓക്കെ, ഇവിടെയാണ് ഫോം ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, ഇത് പിക്ചർ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബിയോണ്ട് 2Fലാവുന്ന കേസിൽ ഇതാണ് 2Fന്റെ ബിയോണ്ട് ആവുന്ന കേസിൽ ഇത് ഞാൻ കുറച്ചിങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് സെൻട്രലായിട്ട് ഫോം ചെയ്യും. ഞാൻ അത് പെട്ടെന്ന് വരച്ചുകൊണ്ട് ഇങ്ങനെ ആയതാണ്. ഓക്കെ, നീ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ബിയോണ്ട് 2Fലാണെന്നുണ്ടെങ്കിൽ F1നും 2Fനും ഇടയിലാണ് ഇത് ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്തത്? ബിറ്റ്വീൻ EF ആൻഡ് 2F. ഓക്കെ, ബിറ്റ്വീൻ F-നും 2Fനും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്തത്. റിയൽ ആണോ? അത് റിയൽ ആണ്. ഇൻവേർട്ടർ ആണോ? അത് ഇൻവേർട്ടർ ആണ്. പോയിന്റ് സൈസ്ഡ് ആണോ? അല്ല, പോയിന്റ് സൈസ്ഡ് അല്ല. പക്ഷെ എന്താണ്? ഡിമിനിഷ്ഡ് ആണ് അല്ലേ? ഡിമിനിഷ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്തത്. നിങ്ങൾക്ക് സൈസ് കണ്ട അവിടെ വലുതാണ്, ഇവിടെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഡിമിനിഷ്ഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് പറയാം. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റ് എവിടെയുള്ളത്? അറ്റ് 2Fലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, ഒബ്ജക്റ്റ് ഉള്ളത് അറ്റ് 2Fലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റ് ഉള്ളത് അറ്റ് 2Fലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, ഈ 2Fലാവുന്ന കേസിൽ എന്താ പ്രത്യേകത? 2Fലാവുന്ന കേസിൽ ഇമേജ് ഫോം ചെയ്യേണ്ടത് എവിടെയാണ്? അറ്റ് 2Fൽ തന്നെയാണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം? പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? അറ്റ് 2F. ഇത് 2 ആയതുകൊണ്ട് നമ്മൾ 2F2 എന്ന് കൊടുക്കുകയാണ്. അറ്റ് 2F2 എന്ന് കൊടുക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റും പൊസിഷൻ ഓഫ് ദ ഇമേജും സെയിം ആണ്. മനസ്സിലായോ? അവ സെയിം സൈസാണെന്ന് പറയാൻ പറ്റും. സെയിം സൈസാണ് പറയാൻ പറ്റും. എന്തിന്റെ സൈസ്? ഇമേജ് സൈസ്. ഇമേജ് സൈസ് ഒബ്ജക്റ്റിന്റെ സൈസുമായിട്ട് സെയിം സൈസ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ എന്താണ് നമുക്കറിയാം? എന്താണ്? ഇറക്റ്റ് ആണ്, ഇൻവേർട്ടർ ആണ്. ഇത് ഇൻവേർട്ടർ ആണ്. ഓക്കെ, ഇൻവേർട്ടർ ആണ്. റിയൽ അല്ലേ? റിയൽ ആണ്. പിന്നെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താണ്? സൈസ് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇതാണ് അടുത്ത കേസ്. ഓക്കെ, അടുത്ത കേസിൽ കണ്ടോ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ F1 ആൻഡ് F2ന്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. F1ന്റെയും F2ന്റെയും 2F ആണ് കേട്ടോ. ഓക്കെ, 2F1ന്റെയും F2ന്റെയും ഇടയിലാണ് എന്തുള്ളത്? 2Fന്റെയും Fന്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് ബിയോണ്ട് 2F ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. നാച്ചുർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എവിടെയുള്ളത്? ബിയോണ്ട് 2F2. ഓക്കെ അല്ലേ? ഇമേജ് ഫോം ചെയ്ത് ബിയോണ്ട് 2F2 ആണ്. അതേപോലെ തന്നെ സൈസ് എന്താണ്? സൈസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് കുറച്ച് വലുതാണ്. അപ്പൊ നമുക്ക് എൻലാർജ്ഡ് എന്ന് പറയാം. എൻലാർജ്ഡ് ആണ്. ഓക്കെ, എൻലാർജ്ഡ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത നാച്ചുർ എന്താണ്? ഇത് റിയൽ അല്ലേ? റൈറ്റ് സൈഡിലാകുമ്പോൾ റിയൽ ആണ്. ഇൻവേർട്ടർ അല്ലേ? ഇൻവേർട്ടർ ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാം. അടുത്തത് കണ്ടോ, അടുത്തത് എവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്? ഒബ്ജക്റ്റ് ഉള്ളത് അറ്റ് F1ലാണ് ഒബ്ജക്റ്റ് ഉള്ളത് അല്ലേ? F1ലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അറ്റ് ഫോക്കസ് F1 അല്ലെങ്കിൽ അറ്റ് ഫോക്കസിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഫോക്കസിലാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ കണ്ടോ, ഇതിലൂടെ പാസ് ചെയ്ത് ഫോക്കസിലൂടെ വരുന്ന ലൈറ്റ് ഫോക്കസിലൂടെ പാസ് ചെയ്ത് ഇത് ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്ത് രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് ഇൻഫിനിറ്റിയിലാന്ന് പറയാൻ പറ്റും. അറ്റ് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എൻലാർജ്ഡ് ആണ്. അതെ, റിയൽ ആണ്. അതെ, ഇൻവേർട്ടർ ആണ്. അതെ, ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എവിടെയുള്ളത്? അടുത്തതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ പൊസിഷന് വരുന്നത് ഒപ്റ്റിക്കൽ സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കും. അടുത്ത കേസ് കണ്ട, അടുത്ത കേസിൽ ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ്? ബിറ്റ്വീൻ എവിടെയുള്ളത്? എഫ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്ററിലാണുള്ളത്. എഫിനും ഓക്കും ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ആ കേസ് കണ്ടോളൂ. ഇവിടെ ഉണ്ട്, ഇമേജ് ഫോം ചെയ്തു, ഇതിങ്ങനെ പോയി, അതെ ഫോക്കസിലൂടെ പോയി ഒപ്റ്റിക്കൽ സെന്ററിൽ ഒരിക്കലും ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇവിടുന്ന് അതിന്റെ ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇമേജ് കിട്ടി. സ്പെസിഫിക്കേഷൻസ് പറയൂ, എന്തെല്ലാം സ്പെസിഫിക്കേഷൻസ് ഉള്ളത് ഇതിന്? ഇതെന്താണ്? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് അല്ലെ? ഇമേജ് ഫോം ചെയ്ത് ഓൺ ദ സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലാണ് എന്ത് ഫോം ചെയ്ത്? ഇമേജ് ഫോം ചെയ്ത്. അടുത്ത പ്രത്യേകത എന്താ? വിർച്വൽ അല്ലേ? ഞാൻ പറഞ്ഞു റൈറ്റിലാണെന്നുണ്ടെങ്കിൽ റിയൽ ആണ്, ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ വിർച്വൽ ആണ്. ഇത് വിർച്വൽ ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തത്. വിർച്വൽ ഇമേജ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് വിർച്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? വിർച്വൽ ആണ്. ഇറക്റ്റ് ആണ്, നിവർന്നിരിക്കുന്നതല്ലേ? ഇറക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തും പറയാൻ പറ്റും. ഇറക്റ്റ് മാത്രമല്ല, ഇത് എന്തുമാണ്? എൻലാർജ്ഡും കൂടിയാണ്. മനസ്സിലായി? ഇത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. എൻലാർജ്ഡ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് എന്ത്?
ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് ലെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഇമേജ് ഫോർമേഷൻ കോൺകേവ് ലെൻസും ഉണ്ട്. ഇത്രല്ല, ആകെ 2 കണ്ടീഷൻസേ ഉള്ളൂ. ഓക്കെ, അതിനെ പറ്റി എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത കേസിൽ കോൺകേവ് ലെൻസിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് പറയുന്നത്. പൊസിഷൻ ഓഫ് ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. അങ്ങനെ ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോക്കൂ, ഫസ്റ്റ് കണ്ടോ, ലൈറ്റ് വന്നു ഇൻഫിനിറ്റിയിലോട്ട് പോയി, പൊസിഷൻ ലൈറ്റ് വന്നു കൺവേർജിങ് ആണല്ലോ, ഡൈവേർജിങ് ആണല്ലോ, അപ്പൊ ഇത് ഡൈവേർജ് ചെയ്തിട്ട് പോയി. ഓക്കെ, നമുക്ക് അവിടെ ഡോട്ട് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് അവിടെ ഫോക്കസിലാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇമേജ് എവിടെ ഫോം ചെയ്തത്? ഇമേജ് അറ്റ് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്തത്. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫോക്കസിലാണ്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ അടുത്ത എന്താണ്? സൈസ് എന്താണ്? സൈസിന് മുമ്പ് നമുക്കിത് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് അല്ലേ? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. ഇറക്റ്റ് ആണ്, വിർച്വൽ ആണ് അല്ലേ? വിർച്വൽ ആണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? വിർച്വൽ ഇമേജ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം, ഇതെന്താണ്? ഹൈലി ഡിമിനിഷ്ഡ് ആണ്, അതല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും മതി. ഓക്കെ, പോയിന്റ് സൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് ആണ്. അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ ഇവിടെ, ഡിമിനിഷ്ഡ് എന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ടു ഇൻഫിനിറ്റി ഒന്നാമത്തെ കേസാണ്. ആകെ 2 കേസേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പണിയില്ല. അടുത്ത കേസിൽ ഇത് രണ്ടാമത്തേതാണ്, കോൺകേവിന്റെ രണ്ടാമത്തേതാണ്. പൊസിഷൻ ഓഫ് ഒബ്ജക്ട് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ. ഇവിടെ ഒബ്ജക്റ്റ് ഒപ്റ്റിക്കൽ സെന്ററിനും ഇൻഫിനിറ്റിയിലും ഇടയിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു, നേരെ വന്നു ഡൈവേർജ് ചെയ്ത് പുറത്തോട്ട് പോയി, ഡോട്ട് ലൈൻ വരച്ച് നമ്മൾ ഫോക്കസിലോട്ട് മാർക്ക് ചെയ്തു. അടുത്ത ലൈറ്റർ ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പോയി, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റോടെ മാർക്ക് ചെയ്തു. ഇവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇമേജ് എവിടെ ഫോം ചെയ്ത്? ഇമേജ് എവിടെ ഫോം ചെയ്ത്? ബിറ്റ്വീൻ F1 ആൻഡ് ഫോക്കസിനും, ഇതിന് F1 ആട്ടോ, F1 ആൻഡ് ഒപ്റ്റിക്കൽ സെന്ററിന്റെ ഇടയിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. എന്താണ്? ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്, വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്. പോയിന്റ് സൈസ്ഡ് ആണോ? അല്ല, പോയിന്റ് സൈസ്ഡ് അല്ല. പക്ഷേ ഡിമിനിഷ്ഡ് ആണോ? അത് ഡിമിനിഷ്ഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്തൊക്കെയുണ്ട്? ലെൻസ് ഫോർമുല ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻസ് ഉണ്ട്. ഈ 2 കാര്യങ്ങളും ഇതിന്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രം ഇതെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിന് ഈ പോർഷൻസ് ആയിരിക്കും ഏകദേശം മോർ ദാൻ 90% ക്വസ്റ്റ്യൻസും. ആ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അറിയണം, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രോബ്ലംസും ലെൻസ് ഫോർമുലയും മാഗ്നിഫിക്കേഷന്റെ ഫോർമുലയും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോർഷൻ ആയിട്ടുള്ളത്.